അപ്പോൾ ഇതാണ് കൽപ്പറ്റ നഗരത്തിലെ ഒരു വഴിയോര കച്ചവടം. ഇത് നമ്മളെ ചന്ദ്രേട്ടൻ വരുന്നത് വടുവഞ്ചാലിൽ നിന്നാണ്, അതായത് കാരാപ്പുഴ ഡാമിൻ്റെ സൈഡിൽ നിന്നാണ്. അദ്ദേഹം ഇങ്ങനെ കബനി നദിയുടെ പല ഭാഗങ്ങളിലെല്ലാം പോയി ചുറ്റി സഞ്ചരിച്ച് ആമ്പൽ പറിച്ചു കൊണ്ടുവന്ന് അത് നല്ല ഫ്രഷായിട്ട് ഇതേണ്ട പാളയൊക്കെ ആക്കി പൊതിഞ്ഞ് നനച്ച് അങ്ങനെ ആളുകൾക്ക് ഉള്ള ആൾക്കാർക്ക് വിൽക്കാൻ വേണ്ടി കൽപ്പറ്റ നഗരത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഇത് കുറേ ദൂരെ നിന്നൊക്കെയാണ് പറിച്ചു കൊണ്ടുവരുന്നത്. വലിയ കഷ്ടപ്പാടൊക്കെയാണ്. അതായത് ആമ്പൽ പറിക്കാൻ താഴെ ഇറങ്ങുമ്പോൾ, വെള്ളത്തിലിറങ്ങുമ്പോൾ ചീങ്കണ്ണി ഉണ്ടാവും, പാമ്പുണ്ടാവും എന്നൊക്കെയാണ് ചന്ദ്രേട്ടൻ പറയുന്നത്. ഉണ്ടാവും. എന്നിട്ട് എത്ര മനോഹരമാക്കിയിട്ടാണ് നനച്ച് നല്ല വെറൈറ്റി ആമ്പലുകൾ കൊണ്ടുവന്ന് വിൽക്കുകയാണ് വയനാടിൻ്റെ പല ഭാഗത്തു നിന്നും. ധാരാളം ആൾക്കാർ ഇടയ്ക്കൊക്കെ വാങ്ങുന്നുണ്ട്. ചില സമയത്ത് ഒരു കച്ചവടവും ഇല്ല. ഇന്നിപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ഒരു 3 മണിയായി, രാവിലെ വന്നതാണ്, ഒറ്റ ആമ്പൽ പോലും വിറ്റ് പോയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് സങ്കടമൊന്നുമില്ല. അദ്ദേഹം പറയുന്നത് അതാരെങ്കിലും വാങ്ങാൻ വേണ്ടി വരും എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ആരും വാങ്ങില്ല, അങ്ങനെ വരുമ്പോൾ വാങ്ങാതെ വരുമ്പോൾ തിരിച്ചു കൊണ്ടുപോകും. എന്നാലും പ്രതീക്ഷയോട് കൂടിയിട്ടാണുള്ളത് അദ്ദേഹം ഉള്ളത്. കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം ഈ ജോലി ചെയ്തു വരികയാണ്. കൂലിപ്പണിക്കും പോകുന്നുണ്ട്. എന്നുണ്ടല്ലോ എന്താ മനോഹാരിത ഈ ആമ്പലിൻ്റെയൊക്കെ നല്ല ഫ്രഷായിട്ട്. പക്ഷെ അദ്ദേഹത്തിന് സന്തോഷത്തിനൊരു കുറവില്ല കേട്ടോ. ഈ ചെറിയ കച്ചവടത്തിൽ അദ്ദേഹം നല്ല സന്തോഷവാനാണ്. ചിരിക്കുന്നുണ്ടല്ലേ, നല്ല സന്തോഷത്തിൽ മനസ്സ് തുറന്നുള്ള ചിരിയാണ്. അതാണ്, നമുക്കൊരു സംതൃപ്തി വേണം. നമ്മൾ ചെയ്യുന്ന ജോലിക്കൊരു സംതൃപ്തി വേണം. രാവിലെ വന്നിട്ട് 3 മണിയായിട്ട് ആരും ഈ ഇരിപ്പിരുന്നിട്ട് ആരും വാങ്ങിയില്ല. പക്ഷെ അദ്ദേഹത്തിന് നിരാശയില്ല. അദ്ദേഹം പറയുന്നു മടക്കി കൊണ്ടുപോകുന്നതിന് എനിക്ക് കുഴപ്പമില്ല, അങ്ങനെ ചില ദിവസം ഞാൻ കൊണ്ടുപോകും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കൂലിപ്പണി ഉണ്ടെങ്കിൽ കൂലിപ്പണിക്ക് പോകും. കൂലിപ്പണി ഇല്ലാത്ത ദിവസമാണ് ആമ്പലുമായിട്ട് കൽപ്പറ്റ നഗരത്തിൽ നമ്മൾ ചന്ദ്രേട്ടൻ വടുവഞ്ചാലിൽ നിന്ന് വന്ന് ബത്തേരിയും എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നെ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ആളുകൾ ഇങ്ങനെ ഇത് മേടിച്ച് കൊണ്ടുപോകും. ആമ്പൽ മാത്രമാണ് വിൽക്കുള്ളൂ കേട്ടോ, വേറൊന്നുമില്ല. താമര ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം താമര കൊണ്ടു കൊടുക്കും, അല്ലെങ്കിൽ ഫുള്ള് ആമ്പൽ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ആമ്പൽക്കാരൻ ചന്ദ്രേട്ടൻ്റെ കഥ ഇഷ്ടപ്പെട്ടോ?